ഹേ ഗൈസ് അപ്പോൾ രാവിലെ തന്നെ ദേ എൻഎസ്എസിന്റെ യൂണിഫോം ഒക്കെ ഇട്ട് ഞാൻ കോളേജിലോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളെ കോളേജിലെ എൻഎസ്എസിന്റെ ബിരിയാണി ചലഞ്ച് ആണ്. അപ്പോൾ ദേ രാവിലെ തന്നെ എല്ലാവരും ഇവിടെ ബിരിയാണി ചലഞ്ചിനുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ദേ ഇത് കണ്ടത്. ഞാനും റൂബിയും നിത്യയും ദേ ഇവിടെ ഒരേ കളർ പാൻ്റ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദേവി ഇവിടെ ഫുള്ള് ഫോമിലാണ് ഗൈസ്. ദേവി ഇവിടെ ശടപടേ ശടപടേന്ന് ജോലിയെല്ലാം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ദേവിനെ സഹായിക്കാൻ നമ്മുടെ നിത്യയും റൂബിയും പിന്നെ ഞാനും ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിൽ ന്യൂസ് പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞപ്പം ദേവി ഇവിടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് ഗൈസ് കൊണ്ടുവന്നത്. നമ്മൾ ഇന്നത്തെ പരിപാടി ബിരിയാണി. വില്ലുമല ട്രൈബൽ സ്കൂളിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. കിട്ടിയ യൂണിഫോം കൊടുത്ത സൈസിനെക്കാളി വലുതാന്നും പറഞ്ഞ് അത് ഇടാതെ തലയിൽ ഇതേ രേഖയ്ക്കകത്ത് എൻഎസ്എസിന്റെ പേരൊക്കെ എഴുതിക്കൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ദേവിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. കൊച്ചിന് എന്ത് പറ്റിയെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, അത് ഞങ്ങൾക്ക് ചോദിക്കരുത്. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സലാഡ് വിളമ്പുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ദൗത്യം നമ്മളങ്ങ് ഏറ്റെടുത്തു ഗൈസ്. അങ്ങനെ നമ്മൾ വേഗം വേഗം സലാഡ് എല്ലാം വിളമ്പി ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഫാസ്റ്റാണ് ഗൈസ് എല്ലാത്തിനും. അവിടെ ഹാഷിം ദേ നമ്മളെക്കാളി വേഗത്തിൽ ദേ ഇവിടെ ബിരിയാണി പൊതിയൊക്കെ പൊതിയുന്നുണ്ട്. അവൻ നബിദിനത്തിന് അവിടെ പൊതിയാൻ പോയിട്ട് ഭയങ്കര എക്സ്പേർട്ടാണ് ഗൈസ് അതിനൊക്കെ. നമ്മളിവിടെ ദേ സലാഡ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുവാണ് ഗൈസ്. എന്തായാലും നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ദേ എല്ലാവരും തകൃതിയായിട്ട് ബിരിയാണി ഫുള്ള് പൊതിഞ്ഞ് തീർക്കാനുള്ള തിരക്കിലാണ്. സാറ് പറഞ്ഞു ബിരിയാണി പൊതിയാൻ അറിയാവുന്നവർ മാത്രം പോയാൽ മതിയെന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി നമുക്കവിടെ റോളൊന്നും ഇല്ലെന്ന്. എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു അച്ചാർ സ്വരൂപം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്ന നൗഷീനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കണ്ടല്ലേ ഗൈസ്, ഞങ്ങൾ മുന്തിരി ട്വിന്നിങ് ആയി. ആദ്യമായിട്ട് എൻഎസ്എസ് യൂണിഫോം ഇട്ടതിൻ്റെ ഷോ ആണ് കാണിക്കുന്നത്, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. എന്തായാലും ഇവിടെ ബിരിയാണി എല്ലാം പൊതിഞ്ഞ് കുറേയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം പരിപാടിയെല്ലാം തീരാറായിട്ടുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ബിരിയാണി തുറന്നപ്പോൾ അതിനകത്ത് പീസ് അധികമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ സന്തോഷമാണ് ദേവികയുടെ മുഖത്ത് നിങ്ങളിപ്പോൾ കാണുന്നത്. എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയപ്പോൾ ഇവളെ മുഖത്ത് സന്തോഷം കാണാറില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എല്ലാം കഴിച്ച് നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നു ഗൈസ്. എല്ലാവരും കുഴഞ്ഞു പോയി ഗൈസ്, എന്തോ ചെയ്യാനാണ്. അങ്ങനെ നമ്മളെല്ലാവരും അവിടുന്ന് പുറത്തോട്ട് വന്നിരുന്നപ്പോഴാണ് എന്തെന്നില്ലാത്ത നല്ല കാറ്റും ഭയങ്കര മഴക്കോളും ഒക്കെ ഗൈസ്. എന്താണെന്നറിയില്ല, ഞങ്ങൾ വന്നിരുന്നപ്പോൾ തൊട്ട് അങ്ങനെയാണ്. മഴ പെയ്യുമെന്ന് ഉറപ്പായപ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് വീട്ടിൽ പോകാൻ തുടങ്ങി ഗൈസ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല, നമുക്കും വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴേക്കും മഴ പെയ്ത് തുടങ്ങി. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.